ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്നാലെ നാടകീയത ഒഴിയുന്നില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തൊട്ടരികിൽ പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എംപിമാർ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. അവിടെ അതീവ സുരക്ഷാ മേഖലയായതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലുള്ള പ്രതിഷേധം അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എംപിമാരൊക്കെ അവിടെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. സമരത്തിൽ പങ്കെടുത്ത എംപിമാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരം ഒരു പ്രതിഷേധം, അതുകൊണ്ട് തന്നെ അത് അനുവദിക്കാനും സാധ്യതയില്ല. പക്ഷേ എംപിമാരാണ്, രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. എങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇന്ന് ഈ പ്രതിഷേധ സമരം നടക്കുന്നത്. ഈ സമരം, അതായത് ഇപ്പോൾ നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വാഹനവ്യൂഹം കടന്നുപോകുന്ന മേഖലയാണ്. പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് വരുന്നതും പോകുന്നതും ഈ വഴിയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധ സമരം നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി എല്ലാ കോൺഗ്രസ് എംപിമാരോടും മല്ലികാർജുന ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിൽ എത്തുവാൻ വേണ്ടി ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഖാർഗെയുടെ ജന്മദിനമാണ്. ആ ജന്മദിന ആഘോഷത്തിനുള്ള കേക്ക് മുറിക്കുന്നതിന് വേണ്ടി എംപിമാർ ഹാജരാകണമെന്ന സന്ദേശമായിരുന്നു ഈ പാർലമെന്ററി പാർട്ടി ഓഫീസിൽ നിന്ന് എംപിമാർക്ക് ലഭിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എംപിമാരിൽ നല്ലൊരു ഭാഗവും കോൺഗ്രസ് എംപിമാരിൽ ഭൂരിഭാഗം പേരും ഈ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിലെത്തിയിരുന്നു. അവിടെ നിന്നാണ് പെട്ടെന്ന് ഈ മാർച്ച്, ഈ മല്ലികാർജുന ഖാർഗെയുടെ വസതി ഇരിക്കുന്നത് രാജാജി റോഡിലാണ്. രാജാജി റോഡിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോക് കല്യാൺ മാർഗിന്റേക്കുള്ള മാർച്ച് ആരംഭിച്ചത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലുമായിരുന്നു ഈ മാർച്ചിന് നേതൃത്വം നൽകിയിരുന്നത്. ഖാർഗെയും ഈ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗേറ്റ്, അതായത് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോകുന്ന ഗേറ്റിന് സമീപത്ത് ഈ നേതാക്കൾ എത്തുകയും തുടർന്ന് അവിടെ കുത്തിയിരിക്കാൻ വേണ്ടി തുടങ്ങി സമരം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഈ എംപിമാരോട് പോലീസ് ആവശ്യപ്പെട്ടു. ഡൽഹി പോലീസ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ആവശ്യം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അംഗീകരിച്ചില്ല. തുടർന്ന് ഈ കുത്തിയിരിക്കുന്ന സമരം നടത്തുന്നതിൽ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഈ പുറം ഭാഗത്തുണ്ടായിരുന്ന നേതാക്കളെ ഓരോരുത്തരെയായി ഇപ്പോൾ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ കൊടുക്കുന്നു സുരേഷിനെയും പിന്നീട് ഈ പല നേതാക്കളെയും, പഞ്ചാബിൽ നിന്നുള്ള നേതാക്കളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ ഒരു വലിയൊരു ഇന്റലിജൻസ് ഫെയിലിയർ ആണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം CJPയുടെ ആയിരുന്നു ശ്രദ്ധാകേന്ദ്രമെങ്കിൽ ആ സമരത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി ഇന്ന് കോൺഗ്രസ് മാറുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന അഭിപ്രായം അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ KC വേണുഗോപാലിന്റെ കൂടി നേതൃത്വത്തിൽ ഇപ്പോൾ ഈ മാർച്ച് നടക്കുന്നത്. മാർച്ചിന് മാത്രമല്ല പ്രതിഷേധ സമരങ്ങൾ കൂടി നടക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രി സന്ദർശിച്ചിരുന്നു. അവിടെയാണ് ഇന്നലെ ഈ പോലീസിന്റെ ഈ ലാത്തി ചാർജിൽ പരിക്കേറ്റ് CJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവരെ സന്ദർശിക്കുന്നതിനായിട്ടായിരുന്നു രാഹുലും പ്രിയങ്കയും അതുപോലെ തന്നെ KC വേണുഗോപാലും ഈ RML ആശുപത്രിയിൽ എത്തിയിരുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം അവർ ഈ CJP പ്രവർത്തകരുമായി ചർച്ച, അതായത് ആശുപത്രിയിൽ ചെലവഴിച്ചിരുന്നു. ഇതിന് ശേഷമാണ് ഇങ്ങനെ ഈ വീട്ടിലെത്തുകയും ആ വീട്ടിലെത്തിയതിനു ശേഷം ഇപ്പോൾ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിലെത്തുകയും ആ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ നിന്ന് അവരിപ്പോൾ ഈ മാർച്ച് നടത്തുകയും, അതായത് ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുകയും അവിടെ ഈ മാർച്ച് ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത്യന്തം നാടകീയമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തൊട്ടു മുന്നിലുള്ള അതീവ സുരക്ഷാ മേഖല കടന്നുപോകുന്നത്. അവിടെ രാജ്യത്തെ തന്നെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ എത്തിക്കൊണ്ട് പ്രതിഷേധം നടക്കുകയാണ്.
പ്രതിഷേധ മാർച്ചിന് ശേഷം ഇപ്പോൾ അവിടെ KC വേണുഗോപാൽ MP ഉൾപ്പെടെയുള്ളവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. മുഖ്യമന്ത്രി VD സതീശൻ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിലെത്തിയതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശനും ഈ സമരവേദിയിലെത്തിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയം മുൻപാണ് അദ്ദേഹം ഈ സമരവേദിയിലേക്ക് അദ്ദേഹം കൂടി എത്തിയത്. साइड हो सर साइड हो